ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവത്തെ ആരാധിപ്പാനായി ഈ ദേവാലയത്തിൻ്റെ തണലിൽ ചേർന്നിരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും യുദ്ധത്തിൻ്റെ ഭീതിയിലും മരണത്തിൻ്റെ നിഴലുമായിരിക്കുമ്പോൾ നമ്മളെ ഈ പകൽക്കാലം മുഴുവൻ ചേർത്തണച്ച് ഒരാപത്തും കൂടാതെ ഈ നിമിഷം വരെ പാലിച്ച ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അല്പസമയം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, ഈ പകൽക്കാലം മുഴുവൻ നീ ഞങ്ങളെ തുണച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് നിന്റെ തിരുസന്നിധിയിൽ മുട്ടുകുത്തുവാനും നോമ്പിൻ്റെ നാളുകളിൽ കൂടിച്ചേരുവാനായി തന്ന സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അല്പസമയം നിന്റെ തിരുസന്നിധിയിലായിരിക്കുന്നുവല്ലോ. നിന്റെ വചനം ധ്യാനിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, നിന്റെ വചനമായി ഞാൻ എഴുന്നേറ്റിരിക്കുന്നല്ലോ തമ്പുരാനെ, നീ ഞാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ദൈവമേ, ഇന്നിവിടുന്ന് പോകുമ്പോൾ ഉറച്ച അടിസ്ഥാനമുള്ള യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ദൈവമേ, പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും നിന്റെ കൃപയുണ്ടാകണമേ. ആമേൻ. ഇന്ന് നോമ്പിൻ്റെ 27ാമത്തെ ദിവസമായിരിക്കുകയാണ്. നാം ഇപ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഒരുപാട് പേര് പ്രസംഗിച്ചു. നമ്മളിപ്പോൾ നോമ്പിൻ്റെ പാതി ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടെ നമ്മൾക്ക് നമ്മളെ തന്നെ നോക്കുവാൻ ഒരു സമയം കൂടിയാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും നോമ്പ് നോക്കുന്നവരാണ്. ആഹാരങ്ങളെല്ലാം വെടിഞ്ഞ് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ നോമ്പ് നോക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മളോട് ചോദിക്കണം, നമ്മുടെ ഹൃദയത്തിൽ ദൈവം വന്നിട്ടുണ്ടോ, നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു സമയം നമ്മൾ അടുത്തിരിക്കുകയാണ്. എല്ലാവരും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിഞ്ഞ് നമ്മൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെയെല്ലാം നമ്മൾ മാറ്റി മറ്റുള്ളവരെ സഹായിക്കുക, ഒരുപാട് കാര്യങ്ങൾ, പ്രസംഗങ്ങളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സഹായിക്കുക, നല്ല പ്രാർത്ഥനയുള്ളവരായിരിക്കുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് ചോദിക്കുവാൻ സാധിക്കണം. ഞാനൊരു വാക്യം പറയാം. നിങ്ങളുടെ വസ്ത്രങ്ങളല്ല, ഹൃദയങ്ങളാണ് കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് മടങ്ങി വരുവിൻ. നമ്മളുടെ ഹൃദയത്തെ തന്നെ മുറിച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കണം, നമ്മളിൽ രൂപാന്തരം വന്നിട്ടുണ്ടോ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ട സമയമാണ്. നമുക്കെല്ലാവർക്കും ഈ വർഷം ഈ നോമ്പ് കാലത്തിൽ നമ്മൾക്കൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ഞാൻ നിങ്ങളോടെല്ലാം ആശംസിക്കുകയാണ്. നമ്മളിന്ന് ഏവൻഗേലിയനായി എല്ലാം വായിച്ച ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ജീവനുള്ള മൂലക്കല്ല് എന്നതാണ്. ഇതിനെ ആസ്പദമാക്കി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. യെശയ്യാവ് 28:16. ഇതിൽ ദൈവം പറയുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല് വെക്കുന്നു, പരീക്ഷിച്ച കല്ല്, വിലയേറിയ മൂലക്കല്ല്, അതിൽ വിശ്വസിക്കുന്നവൻ തളരുകയില്ല. ഇതിൽ ദൈവം ആരെയാണ് സൂചിപ്പിക്കുന്നത്? യേശുക്രിസ്തുവിനെ തന്നെയാണ്. പണ്ട് നമ്മൾ പഴയ കാലം മുതലേ നമ്മൾക്ക് ദൈവം ഓരോ വാക്കുകളിലും നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വിലയേറിയ ഒരു കല്ലിനെ ഞാൻ നിങ്ങളിലേക്ക് തരുന്നു എന്ന് പറയുന്നുണ്ട്. അത് യേശുക്രിസ്തുവിനാൽ നിവൃത്തിയാകുന്നതാണ്. ഇവിടെ യേശുക്രിസ്തു എന്ന് സൂചിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് നമ്മുടെ യേശുക്രിസ്തു എന്നത്. ഒരു കെട്ടിടം നമ്മൾ പണിയുമ്പോൾ മൂലക്കല്ല് ശരിയായി വെച്ചില്ല എങ്കിൽ അത് മുഴുവൻ തകർന്നു പോകുന്നതായിരിക്കും. അടിസ്ഥാനം ഉറപ്പില്ലാത്തതാണെങ്കിൽ ആ കെട്ടിടം പൊളിഞ്ഞു പോകുന്നതാണ്. നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, മണലിന്മേൽ വീട് വെച്ച് കഴിഞ്ഞാൽ അത് കാറ്റടിക്കും, തിരമാലയടിച്ചു, കൊടുങ്കാറ്റ് വന്നു, മഴ പെയ്തു, എന്തൊക്കെ സംഭവിച്ചാലും ആ വീട് പൊളിഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഉറപ്പുള്ള പാറയിൽ വീട് വെച്ചാൽ ആ വീട് ഒരിക്കലും നശിച്ചു പോകുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം എന്നുള്ളത്. നമ്മുടെ ജീവിതം ഒരു ഉറപ്പുള്ള പാറയായി, നമ്മൾ എന്ത് കാറ്റടിച്ചാലും എന്ത് സംഭവിച്ചാലും നമ്മുടെ വിശ്വാസത്തിൽ നിന്നും നാം പിന്മാറി പോവില്ല എങ്കിൽ നമ്മൾ ഉറപ്പുള്ള പാറമേൽ വീട് വെച്ചവരെ പോലെയാകുന്നു. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥന, ദൈവവചനം, വിശ്വാസം എന്നുള്ളവ കൊണ്ടുവരിക. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, ഇവ മൂന്നും ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം ബലഹീനമായി മാറുന്നതാണ്. ഇപ്പോഴത്തെ കാലം നോക്കുമ്പോൾ പലരുടെയും ജീവിതത്തിൽ ധനം, സ്ഥാനമാനം, പ്രശസ്തി, ഇവയൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ ഇവയെല്ലാം സ്ഥിരമല്ല എന്ന് നാം ഓർക്കണം. നമ്മുടെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉറച്ച അടിസ്ഥാനമായി ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം നശിച്ചു പോകുന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിന് 42-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പണിക്കാർ തള്ളിയ കല്ല് തന്നെയാണ് മൂലക്കല്ല്.
അവർക്ക് വീട് പണിയുന്ന സമയത്ത് ആ കല്ലിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിൽ, എന്ന് വെച്ചാൽ നമ്മൾ വീട് പണിയുമ്പോൾ നമ്മളെല്ലാം അളവ് നോക്കി കറക്റ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ അതിനെ വൃത്തിയാക്കിയാണ് വീട് വെക്കുന്നത്. അപ്പോൾ ആ കല്ല് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ അവർ മാറ്റിക്കളയും. പക്ഷേ അവരാ തള്ളിയ കല്ല് തന്നെയാണ് മൂലക്കല്ലായി വരുന്നത്. മനുഷ്യൻ തള്ളിയതിനെയാണ് ദൈവം ഉയർത്തുന്നത്. നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ തള്ളിക്കളഞ്ഞ കല്ലുകളാകാം, പക്ഷേ നാം മറ്റുള്ളവരുടെ മുമ്പിൽ തള്ളപ്പെട്ടവരാകാം. പക്ഷെ ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഒരു കുഞ്ഞു വിളക്കാണെന്ന് വെച്ചോളൂ. നമ്മളിപ്പോൾ ആ വിളക്കിൽ നിന്ന് സ്വയമേ പ്രകാശിക്കാൻ നോക്കുമ്പോൾ നമ്മൾക്കതിന് വലിയ പ്രകാശം നമ്മളിൽ നിന്നുണ്ടാകാൻ സാധിക്കില്ല. പക്ഷെ ദൈവത്തോട് കൂടെ ചേർന്നുകൊണ്ട് നാം പ്രകാശിക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ അത് ഉപകാരമാകുന്നതാണ്. അതുപോലെ നമ്മളൊരു പൂ നോക്കുമ്പോൾ പൂ എന്ത് മനോഹരമാ, അതിനകത്തുനിന്ന് അത് വലിയ ശബ്ദങ്ങളോ ഒന്നും ഉണ്ടാക്കാതാണ് അത് പൂ സ്വയമേ വിരിയുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ആ പൂ, ഒരു മുല്ലപ്പൂ എടുത്താൽ പോലും ആ പൂ എങ്ങനെയാണ് വിരിയുന്നത് നമ്മൾ കാണുന്നത്? അതിൻ്റെ സുഗന്ധം നമ്മളിലേക്ക് വരും. നമ്മളത് ആസ്വദിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമ്മൾ അറിയുന്നത്. നമ്മൾ അപ്പോഴാണ് ആ പൂവിനെ ശ്രദ്ധിക്കുന്നത്. എന്ത് മണമുള്ള പൂവാ അത് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ പൂ എന്ത് മനോഹരമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ പൂവിനെ പോലെ സുഗന്ധം പരത്തുന്നവരാകണം. ഈ പൂവ് പുറമേ കാണുമ്പോൾ നല്ല ഭംഗിയുള്ളതാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ സുഗന്ധം വന്നത്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തെയും താരതമ്യം ചെയ്യേണ്ടത്. നമ്മൾ പുറമേ സുന്ദരന്മാരും സുന്ദരിമാരും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നവരും എല്ലാം ആയിരിക്കും, പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മളുടെ ചിന്ത എങ്ങനെയാണെന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. എങ്കിൽ മാത്രമേ ഒരു ക്രിസ്തീയ അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾക്കൊരു ഉറപ്പ് വരികയുള്ളൂ. നമ്മളെ ആർക്കും വേണ്ടാത്തൊരു കല്ലായിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഒരു കാലത്ത് നമ്മളെ ആ ദൈവം ആ കല്ലിനെ ഉയർത്തിയെടുക്കുന്നത് നമ്മൾ ഈ വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ തെരഞ്ഞെടുത്ത വേദഭാഗം അത് തന്നെയായിരുന്നു. യെശയ്യാവിന്റെ പുസ്തകത്തിൽ, ഞാൻ സിയോനിൽ ഒരു വിലയേറിയ മൂലക്കല്ല് വെക്കുന്നു. ഇവിടെ വിലയേറിയ മൂലക്കല്ല് എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതവും ഏറ്റവും വിലയേറിയതാവുന്നതാണ്. ഇപ്രകാരം ഒരു കൊച്ചു കഥ ഞാൻ പറയാം. ഒരു ഗ്രാമത്തിൽ ഒരു പഴയ ഒരു വാച്ച് കടക്കാരൻ, അയാള് വൃദ്ധനായിരുന്നു. അയാള് വാച്ച് നിർമ്മിക്കുകയായിരുന്നു. ഈ വാച്ച് കടക്കാരൻ്റെ അടുത്തേക്ക് ഒരു യുവാവ് വന്നു ചേരുകയാണ്. ആ യുവാവ് ഒരുപാട് സ്ഥലങ്ങളിൽ വാച്ച് ശരിയാക്കാൻ വേണ്ടി കൊടുത്തിരുന്നു, പക്ഷെ അത് ഓടുന്നില്ല. അതിൻ്റെ പ്രശ്നം എന്താന്ന് ഒരാൾക്കും മനസ്സിലായില്ല. അങ്ങനെ ഈ വൃദ്ധന്റെ അടുത്തേക്ക് ഈ വാച്ച് കൊണ്ട് ചെന്നു. ഈ വൃദ്ധൻ അതിനെ അഴിച്ചു പണിഞ്ഞ് അതൊന്ന് തുറന്നു നോക്കി. അപ്പോൾ കൊച്ചു വാച്ചല്ലേ, അപ്പോൾ അതിനകത്ത് കൊച്ചു സ്ക്രൂകളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്ക്രൂകളെല്ലാം ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അതിൽ ഒരെണ്ണം അഴിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പൊ അയാൾ അത് എന്ത് ചെയ്തു, അത് പഴയ പോലെ ഒന്ന് പണിഞ്ഞിട്ട് അത് പഴയ പോലെ ആക്കി അയാൾക്ക് കൊടുത്തു. അപ്പോൾ ഈ യുവാവിന് അത്ഭുതം തോന്നി. ഇത്രയും വലിയ പ്രശ്നമായിട്ട് ഇത്രയും നാൾ ഞാൻ കൊണ്ടു നടന്നതാണ് ഈ വാച്ചിനെ, പക്ഷെ ഈ ചെറിയൊരു സ്ക്രൂ കൊണ്ടാണോ ഈ വാച്ച് ഇത്രയും ഓടാതെ നിന്നതെന്ന് അയാൾ അത്ഭുതപ്പെട്ടു. ഈ വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ചിലപ്പോൾ വളരെ ചെറിയൊരു ഭാഗം തന്നെ മുഴുവൻ സംവിധാനത്തിന്റെ അടിസ്ഥാനമാകാം. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം ശരിയായതുപോലെ തോന്നാം, പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ശരിയല്ലെങ്കിൽ ജീവിതം അകത്ത് നിന്ന് തകരാറായിരിക്കാം. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ ജീവിതം വീണ്ടും ക്രിസ്തുവിന്മേൽ പണിയുവാൻ നമ്മൾക്ക് കഴിയണം. നമുക്ക് തന്നെ നമ്മോട് ചോദിക്കാം, നമ്മുടെ ജീവിതത്തിന്റെ മൂലക്കല്ല് ക്രിസ്തു ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ധനമോ സ്ഥാനമോ മനുഷ്യരുടെ പ്രശംസയാണോ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നത് എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കാം. ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിന്റെ മൂലക്കല്ലെന്ന് നമുക്ക് പറയുവാൻ കഴിയണം. നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ പണിയുമ്പോൾ മാത്രമേ നമ്മൾക്കത് വേറൊരാൾക്കും അത് തകർക്കാൻ കഴിയില്ല. കാറ്റടിച്ചാലും മഴ പെയ്താലും അത് വേറൊരാൾക്ക് വന്ന് തകർക്കുവാൻ ഒരിക്കലും അതിന് കഴിയുകയില്ല. നമ്മളോട് ഇപ്പോഴത്തെ ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ പണം സമ്പാദിക്കുക, പ്രശസ്തി നേടുക, ഉയർന്ന സ്ഥാനം നേടുക. പക്ഷെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്, നിന്റെ ജീവിതം എൻ്റെ മകനായ ക്രിസ്തുവിൻ്റെ മേൽ പണിയുക എന്ന് മാത്രമാണ്. ക്രിസ്തു മൂലക്കല്ലാണെങ്കിൽ നമ്മുടെ ജീവിതം ജീവനുള്ള കല്ലാകുന്നതാണ്. ദൈവം നമ്മെ ഉപയോഗിച്ച് ഒരു ആത്മീയ ദേവാലയമായി പണിയുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതം സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയും സേവനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവത്തിൻ്റെ ഭവനമായി മാറിയാൽ മാത്രമേ നമുക്ക് കഴിയണം. ഇപ്രകാരം ഒരു പാട്ടുണ്ട്,
യേശു എന്നാടിസ്ഥാനം, ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാനും. ഇതുപോലെ നമ്മുടെ ജീവിതവും നമ്മൾ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ച് നമുക്കും ഈ നോമ്പുകാലം നമുക്ക് യേശുവിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഭവനം, നമ്മുടെ കുടുംബത്തെ നമുക്ക് നമ്മുടെ മൂലക്കല്ലായി യേശുവിനെ അടിസ്ഥാനമാക്കി വെക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.